സിജു കണ്ണൻ എന്നോടൊപ്പം ചേരുകയാണ് കാസർഗോഡ് മുഹമ്മദ് അസറുദ്ദീൻ്റെ വീട്ടിൽ നിന്നാണ് സിജു ചേരുന്നത്. മുഹമ്മദ് അസറുദ്ദീൻ, യെസ്, നമുക്കറിയാം നമ്മുടെ ഏറ്റവും ഇതിഹാസതുല്യനായ ക്രിക്കറ്റർ സാക്ഷാൽ മുഹമ്മദ് അസറുദ്ദീൻ്റെ ആരാധനയിൽ നിന്നാണ് ആ പേര് നമ്മുടെ മുഹമ്മദ് അസറുദ്ദീന് കൊടുത്തിരിക്കുന്നത്. സിജു ചേരുകയാണ്. സിജു, ഇതാ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. പാഡ് കെട്ടി നമ്മുടെ പ്രിയപ്പെട്ടവർ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മുഹമ്മദ് അസറുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർ ആ സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഒരു വലിയ ക്രിക്കറ്റ് ആരാധകരുടെ കുടുംബമാണെന്ന് എനിക്കറിയാം. മുഹമ്മദ് അസറുദ്ദീൻ എന്ന പേര് വന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരോട് ചോദിക്കൂ, പറയൂ. മനു, എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം. ഞാനിപ്പോൾ നിൽക്കുന്നത് അസറുദ്ദീൻ്റെ ജന്മനാടായ തളങ്കരയിലാണ്. എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അസറുദ്ദീൻ്റെ ക്രിക്കറ്റ് കരിയർ വളർത്തുന്നതിൽ അസറുദ്ദീന് വലിയൊരു ഊർജ്ജമായി നിന്ന അസറുദ്ദീൻ്റെ സഹോദരന്മാർ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെല്ലാം തന്നെയാണ് ഇവിടെയുള്ളത്. സെമി ഫൈനലിൽ അവരുമായി നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും രാവിലെ തന്നെ വളരെ നേരത്തെ തന്നെ നമ്മുടെ കൂടെ ചേരുന്നു. വലിയൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. സഹോദരനോട് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. ഈ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ്. സെമിയിലും നിങ്ങൾ പറഞ്ഞതാണ് അസറുദ്ദീൻ്റെ സെഞ്ചുറി വന്ന നിമിഷം നമ്മൾ എന്തായാലും ഫൈനലിൽ എത്തുമെന്ന്. ഈ ഫൈനലിൽ നിന്ന് തുടക്കം കുറിക്കാനിരിക്കും. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം ടീം ഒരു ഏറ്റവും മികച്ച ടീമാണ് ഇപ്പോൾ നിലവിൽ കേരള ടീം. പിന്നെ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഫോമിലുണ്ട്. വിദർഭയെ നമ്മൾ തള്ളിപ്പറയുന്നില്ല, പക്ഷേ വിദർഭയെക്കാളും മികച്ച ടീമിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിലും ക്വാർട്ടറിലും അതുപോലെ തന്നെ സെമിയിലൊക്കെ നമ്മൾ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. മൊത്തം 11 താരങ്ങളും കളിക്കുന്ന 11 താരങ്ങളും അല്ലെങ്കിൽ ആ ടീമിലുള്ള മൊത്തം താരങ്ങളും നല്ല ഫോമിലാണ്. തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുണ്ട്. കപ്പ് കേരളത്തിലേക്ക് തന്നെ വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് കൊണ്ടുവരും എന്ന് തന്നെയാണ് തോന്നുന്നത്. വിദർഭയ്ക്ക് മുന്നിൽ കേരളത്തിൻ്റെ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ കരുത്തായി പറയുന്നത്. ആത്മവിശ്വാസം കറക്റ്റ്. തീർച്ചയായിട്ടും വിദർഭ ഇതിനു മുമ്പ് നമുക്കൊരു പകരം വിട്ടാനും കൂടിയുണ്ട്. കാരണം വിദർഭ നമ്മളെ ഇതിനു മുമ്പ് കൃഷ്ണഗിരിയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ചാൻസും കൂടിയാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ഭാഗ്യം കേരളത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാ താരങ്ങളും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സൽമാൻ നിസാർ ആയെങ്കിലും അസറുദ്ദീൻ ആയെങ്കിലും അതുപോലെ ജലജ ആയെങ്കിലും നിതീഷ്, സച്ചിൻ ബേബി അടക്കമുള്ള എല്ലാ താരങ്ങളും അപ്പോൾ നല്ല ഫോമിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് രോഹൻ കുന്നുമ്മൽ അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിലേക്ക് വരും, നന്നായിട്ട് പെർഫോം ചെയ്യും, മികച്ചൊരു ടോട്ടൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ആദ്യ ഇന്നിങ്സ് ലീഡിൽ അല്ലെങ്കിൽ നമ്മൾ ജയിച്ച് കപ്പ് കേരളത്തിലേക്ക് ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സംഭവമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അസറുദ്ദീനെ സംബന്ധിച്ച് വിക്കറ്റ് കീപ്പിങ്ങിലായാലും അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലായാലും നല്ലൊരു ഫോമിലാണ് ഈ പരമ്പരയിലുള്ളത്. അസറുദ്ദീനെ സംബന്ധിച്ച് ഇന്ന് ഈ ഫൈനലിൽ എങ്ങനെയായിരിക്കും ഒരു പെർഫോമൻസ്? അസറുദ്ദീൻ മികച്ച ഒരു ഈ സീസണിൽ തന്നെ നല്ലൊരു സ്കോർ ചെയ്തിട്ടുണ്ട്. സ്റ്റംപിങ് ആൻഡ് കാച്ചിങ് ആകും നന്നായിട്ട് അതൊരു പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അതുമാത്രമല്ല നമ്മളെ സന്തോഷം, നമുക്ക് ടീം ജയിക്കണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ടീം ജയിക്കുമ്പോഴാണ്. അസറുദ്ദീൻ്റെ വ്യക്തിപരമായിട്ടുള്ള അസറുദ്ദീൻ്റെ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ കീപ്പിങ്ങിലും ഒക്കെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ടീം ജയിക്കണം, അതാണ് നമ്മളെ മെയിൻ. അല്ല, തീർച്ചയായിട്ടും ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. കളി ജയിക്കുന്ന അസറുദ്ദീൻ്റെ പ്രകടനത്തിനോടൊപ്പം തന്നെ കളി ജയിക്കുക എന്നുള്ളതാണ് നമ്മളെ മുഖ്യ ഒരു ഇത്. അനിയൻ കളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അത് പൂർണ്ണതയിലെത്തുമ്പോൾ ഈ കളി ജയിക്കുമ്പോഴല്ലേ അതിനൊക്കെ ഒരു തിളക്കം, ടീം ജയിക്കുമ്പോഴാണ് അതിനൊക്കെ ഒരു തിളക്കം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യം എല്ലാവരും നന്നായിട്ട് ഏട്ടൻ പറഞ്ഞ പോലെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഒത്തൊരുമയുടെ വിജയമായിട്ട് കേരളത്തിലേക്ക് കപ്പ് കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മനു, ഒരു നിമിഷം, അതായത് ഒരു ക്രിക്കറ്റ് കുടുംബം കൂടിയാണ്. കാരണം ഇതിൽ 4 പേർ ജില്ലാ ലീഗിൽ കളിച്ച ആളുകൾ, സഹോദരന്മാർ, 8 സഹോദരന്മാരിൽ 8 പേരിൽ 4 പേർ ജില്ലാ ലീഗിൽ കളിച്ചവരാണ്. അതെങ്ങനെയാണ് നിങ്ങളൊരു സപ്പോർട്ട് അസറുദ്ദീന് കൊടുത്തത്? അല്ല, നമ്മൾ പണ്ടേ ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. നമ്മളെ നാടായെങ്കിലും നമ്മുടെ വീട്ടുകാരായെങ്കിലും. അപ്പോൾ അതിൻ്റെ പൂർണ്ണ സപ്പോർട്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവന് വളരെയധികം അവൻ്റെ ഇത്രയുള്ള കരിയറിൽ അത് അവന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, അവൻ്റെ ആ സപ്പോർട്ട്. തുടർന്നും അത് അവന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ നാട്ടുകാരും നമ്മളെ വീട്ടുകാരും എല്ലാവരും ആയെങ്കിലും പൂർണ്ണ സപ്പോർട്ട് അവന് ഇനിയും ഉണ്ടാവും. ഉയരങ്ങൾ എത്തട്ടെ എന്ന് തന്നെ ആഗ്രഹമാണ്. മനു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അസറുദ്ദീൻ എന്ന ഒരു പേര് ഇന്ത്യയുടെ ഇതിഹാസ ക്രിക്കറ്റ് താരം അസറുദ്ദീൻ്റെ പേരാണ്. ആ പേരിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്, അതുകൂടി ചോദിക്കാം. ആ പേരിന് പിന്നിൽ ഉള്ള ഒരു വ്യക്തിയാണ് സഹോദരൻ. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. അസറുദ്ദീൻ എന്ന പേര് നൽകിയത് എങ്ങനെയാണ്? അത് 1990-95 കാലഘട്ടങ്ങളിൽ നമ്മുടെ മുമ്പത്തെ ലെജൻഡ്, ഇന്ത്യയുടെ മുമ്പത്തെ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ
സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കളിക്കുന്ന സമയം. അപ്പോൾ പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് പിന്നെ മാതാപിതാക്കൾ അജ്മൽ എന്ന പേര്, നമുക്ക് 8ാമത്തെ ബ്രദർ വരുമ്പോൾ അജ്മൽ എന്ന പേരാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമ്മൾ മുമ്പത്തെ ആ ക്രിക്കറ്റ് ഇതിഹാസത്തിനുള്ള സ്നേഹം ബഹുമാനം ഒക്കെ കൊണ്ട് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ല. അപ്പോൾ നമ്മൾ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, STD ബൂത്തിൽ വിളിച്ചിട്ടാണ് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഞാൻ വീട്ടുകാർക്ക് വിളിച്ച് പറഞ്ഞു നമുക്ക് മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പേരിടാം. അപ്പോൾ അങ്ങനെ മുഹമ്മദ് അസറുദ്ദീനായി. അതിനുശേഷം ഒരുപാട് മുഹമ്മദ് അസറുദ്ദീൻ ഇവിടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പേര് അർത്ഥവത്താക്കുന്ന പിന്നെ നന്നായിട്ട് ഒരു ക്രിക്കറ്റ് താരം തന്നെ ആയാലും വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ നാടും പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയിലാണ്. കേരളം എങ്ങനെയെങ്കിലും കപ്പ് കൊണ്ടുവരണം. അതാണിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നൊക്കെ പറയും പോലെ എല്ലാവരും പിന്നെ ചർച്ച ചെയ്ത് തന്നെയാണ് നമുക്ക് രഞ്ജി കേരള ടീം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കണം. ഈ സെമി ഫൈനലിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ തളങ്കരയിലെ മുഴുവൻ നാട്ടുകാരും അവരുടെ വീട്ടിലും മൊബൈലിലൊക്കെ ഈ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സഹോദരന്മാർ കളി കാണുന്ന ഇവരുടെ ക്ലബ്ബിൽ കളിച്ചു കൊള്ളുന്ന ക്ലബ്ബിലൊക്കെ എല്ലാവരും കളി കാണുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഫൈനലും ഇനി മുഴുവൻ സമയം ഇരുന്ന് കാണാൻ തന്നെയാണ് തീരുമാനം. എല്ലാവരും അത് തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് 9:30 മണിയെപ്പാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പം മുഴുവൻ കളി നോക്കും. നല്ലൊരു പിന്നെ ആകാംക്ഷയോടെയാണ് കളി കാണുന്നത്. നല്ലൊരു പ്രതീക്ഷയും കൂടി ഉണ്ട്. അതോടൊപ്പം എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. അതോടുകൂടി കപ്പും കൊണ്ട് കേരള ടീം വരട്ടെ എന്ന് പറഞ്ഞു. നമ്മൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ കേരളത്തിനെ അന്യ സ്റ്റേറ്റുകൾ ഒരു വില കൽപ്പിക്കാത്ത സംഭവമാണ് ഈ ക്രിക്കറ്റിൽ. അതുകൊണ്ട് ഒരു ചുട്ട മറുപടി കൂടി ഒന്നും കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ കേരള ഫൈനലിൽ എത്തിയത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതായാലും കപ്പ് അടിച്ച് തിരിച്ചു വരണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. മുഴുവൻ സമയം കളി കാണാൻ തന്നെയാണ് തീരുമാനം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ ക്രിക്കറ്റ് ടെസ്റ്റ് അധികം ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ രഞ്ജി ട്രോഫിയിൽ തീരെ അങ്ങനെ കളി കാണാറില്ല, കാണാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. ഇന്ത്യയൊക്കെ കളിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഈ ടെസ്റ്റ് മത്സരമൊക്കെ കാണുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ 2020 ഏകദിന മത്സരങ്ങളാണ് കാണുന്നത്. പക്ഷേ ഈ സെമി ഫൈനൽ മത്സരം നമ്മുടെ ഡ്യൂട്ടിക്കിടയിൽ ഞാൻ മുഴുവൻ സമയം മൊബൈലിലിരുന്ന് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഈ സ്കോറുമായി ബന്ധപ്പെട്ട് സ്കോർ മൊബൈലിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ മലയാളികളെയും പോലെ തന്നെ ഞാനും വലിയൊരു ആവേശത്തിലാണ്. ഇവരെ പോലെ തന്നെ ആവേശത്തിൻ്റെ ഭാഗമാകുന്നത് സ്കോർ ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 9:30 കളി തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ടോസുമായി ബന്ധപ്പെട്ട നിമിഷങ്ങൾ വരെ വളരെ ആകാംക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഏതായാലും ഒരുപാട് സന്തോഷം സിജു. ഒരു ലോകകപ്പിന്റെ ഫൈനലിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഒരു സത്യത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി മത്സരത്തിന്റെ ഫൈനലിൽ നമ്മൾ ഇത്രയും അധികം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ഒരു ലോകകപ്പിന്റെ ഫൈനൽ കാണാൻ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അവരോട് സ്നേഹം പറയുക. കളി ജയിച്ച് കപ്പടിച്ചതിന് ശേഷം ഒരു വരവ് കൂടി നമുക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരുമെന്ന് പറഞ്ഞേക്കാം അസറുദ്ദീൻ്റെ വീട്ടുകാരോട്.